Question number 3. What is being described in this section of the guidelines? അതായത് വാട്ട് ഈസ് ബീങ് ഡിസ്ക്രൈബ്, എന്താണ് ഇവിടെ വിവരിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇതിൽ ദ സെക്ഷൻ ഓഫ് ദ ഗൈഡ് ലൈൻ. മേലൊരു ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ആ സെക്ഷനിൽ എന്തിനെ പറ്റിയാണ് വിശദീകരിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. All biological waste must be carefully stored and disposed of safely. അതായത് എല്ലാ ബയോളജിക്കൽ വേസ്റ്റുകളും ജൈവ മാലിന്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, വളരെ കെയർഫുൾ ആയിട്ട് സ്റ്റോർ ചെയ്തിട്ട് അത് ഡിസ്പോസ് ചെയ്യണം, അതായത് നശിപ്പിക്കാം. ഓക്കെ. Contaminated materials such as blood bags, dirty dressings, and disposable needles are also potentially hazardous and must be treated accordingly. ഈ കണ്ടാമിനേറ്റഡ് മെറ്റീരിയൽസ്, അതായത് മലിനീകരിക്കപ്പെട്ട വസ്തുക്കൾ, അതായത് ബ്ലഡ് ബാഗ്സ്, ഡേർട്ടി ഡ്രസ്സിങ്സ്, ഡിസ്പോസിബിൾ നീഡിൽസ്, ഇവയെല്ലാം എന്താണ്, ഓൾസോ പൊട്ടൻഷ്യലി ഹസാർഡസ് ആൻഡ് മസ്റ്റ് ബി ട്രീറ്റഡ് അക്കോർഡിംഗ്ലി. അതായത് ഇതെല്ലാം നമ്മൾക്ക് ദോഷം വരുത്തുന്നതാണ് അല്ലെങ്കിൽ ഭീഷണിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, അതിനെ എങ്ങനെയാണോ നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്, ട്രീറ്റ് ചെയ്യേണ്ടത്, ആ രീതിയിൽ തന്നെ അതിനെ ട്രീറ്റ് ചെയ്യണം. If biological waste and contaminated materials are not disposed properly, ഇനി ഒരു പക്ഷേ ഈ ജൈവ മാലിന്യങ്ങളും അല്ലെങ്കിൽ മലിനീകരിക്കപ്പെട്ട വസ്തുക്കളും നമ്മൾ ശരിയായ രീതിയിലല്ല ഡിസ്പോസ് ചെയ്യുന്നതെങ്കിൽ സ്റ്റാഫ് ആൻഡ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി കുഡ് ബി എക്സ്പോസ്ഡ് ടു ഇൻഫെക്ഷ്യസ് മെറ്റീരിയൽ ആൻഡ് ബിക്കം ഇൻഫെക്റ്റഡ്. ഈ സ്റ്റാഫും അതായത് അതുപോലെ തന്നെ സമൂഹത്തിലെ സാധാരണ അംഗങ്ങളും to be exposed to infectious materials, ഇങ്ങനെ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലതല്ലാത്ത വസ്തുക്കളുമായിട്ട് നമുക്ക് എക്സ്പോസ്ഡ് ആവുകയും നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ചെയ്യും. It is essential for the hospital to have protocols for dealing with biological waste and contaminated materials. അതുകൊണ്ട് it is essential, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രധാനപ്പെട്ടതാണ് ഫോർ ഹോസ്പിറ്റലുകളെ സംബന്ധിച്ചിടത്തോളം ടു ഹാവ് പ്രോട്ടോകോൾസ്, കുറച്ച് നിയമാവലികൾ. എന്തിനു വേണ്ടി? ടു ഡീൽ വിത്ത് ബയോളജിക്കൽ വേസ്റ്റ് ആൻഡ് കണ്ടാമിനേറ്റഡ് മെറ്റീരിയൽസ്. അതായത് ബയോളജിക്കൽ വേസ്റ്റും കണ്ടാമിനേറ്റഡ് മെറ്റീരിയലും എങ്ങനെ ഡിസ്പോസ് ചെയ്യണം എന്നതിനെ പറ്റി എല്ലാ ആശുപത്രികളിലും വ്യക്തമായ ഒരു പ്രോട്ടോകോൾ, നിയമസംഹിത ഉണ്ടായിരിക്കണം. All staff must be familiar with them and follow them. അപ്പൊ അങ്ങനെ നിയമാവലി ഉണ്ടാവുക മാത്രമല്ല, എല്ലാ സ്റ്റാഫുകൾക്കും അത് അറിയണം, എല്ലാ സ്റ്റാഫുകളും അത് അറിയണം, അതുപോലെ തന്നെ ആ നിയമാവലികൾ പിന്തുടരുകയും ചെയ്യണം. The disposal of biohazardous materials is time consuming and expensive. നമ്മൾ ഉദ്ദേശിക്കുന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല. The disposal of ബയോഹസാർഡസ് മെറ്റീരിയൽസ്, ഈ പറയുന്ന ജൈവ മാലിന്യങ്ങൾ ഡിസ്പോസ് ചെയ്യുക, നശിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് ടൈം കൺസ്യൂമിങ് ആണ്, അതിന് ഒരുപാട് സമയമെടുക്കും, അതുപോലെ എക്സ്പെൻസീവ്, ചിലവേറിയ പ്രക്രിയയാണ്. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു സെപ്പറേറ്റ് ഔട്ട് non-contaminated waste such as paper, packaging and non-sterile materials. അപ്പം ഈ ബയോളജിക്കൽ അല്ലെങ്കിൽ ബയോഹസാർഡസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഡിസ്പോസ് ചെയ്യുന്നത് സമയം ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്, ചിലവേറിയതാണ്. അതുകൊണ്ട് നമ്മളിതിങ്ങനെ ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നോൺ കണ്ടാമിനേറ്റഡ് വേസ്റ്റുകൾ ഉണ്ടാവില്ല, പേപ്പർ, പാക്കേജിങ്, നോൺ സ്റ്റെറൈൽ മെറ്റീരിയൽസ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്യണം അല്ലെങ്കിൽ വേർതിരിച്ചെടുക്കണം. Make separate disposal containers available where the waste is created so that the staff can sort what waste it is being discarded. അപ്പം ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടതിന് ശേഷം വേർതിരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള പ്രക്രിയ ആയതുകൊണ്ട് മേക്ക് സെപ്പറേറ്റ് ഡിസ്പോസൽ കണ്ടെയ്നേഴ്സ്. നമ്മളെല്ലാം എവിടെയാണോ വേസ്റ്റ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അവിടെ സെപ്പറേറ്റ് കണ്ടെയ്നേഴ്സ് വെക്കുക. അപ്പം ഇരുന്നൂർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹസാർഡസ് ഇടേണ്ടതിനകത്ത് ആ കണ്ടെയ്നറിനകത്ത് അത് മാത്രം ഇടുക, പേപ്പർ ഇടുന്ന ആ കണ്ടെയ്നർ അത് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഇടുന്ന അല്ലെങ്കിൽ എവിടെയാണോ വേസ്റ്റ് ക്രിയേറ്റ് ആകുന്നത് അവിടെ വെച്ച് തന്നെ നമുക്ക് ഇത് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ? ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. What is being described in this section of the guidelines? ഈ ഗൈഡ് ലൈൻസിന്റെ ഈ ഭാഗത്ത് എന്താണ് വിശദീകരിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ പറയുന്നത് ചേഞ്ചസ് ഇൻ പ്രൊസീജിയേഴ്സ്. അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് കാര്യങ്ങൾ അതിന് കുറച്ച് മാറ്റങ്ങൾ വരും. ഇവിടെ ഇപ്പം എങ്ങനെ ഇത് ഡിസ്പോസ് ചെയ്യാം എന്നല്ലാതെ ഒരു മാറ്റം. ഓക്കെ, പ്രീവിയസ്ലി വി ഹാവ് ഡൺ ലൈക്ക് ദിസ്, ബട്ട് നൗ വി ഹാവ് ടു ഡു ലൈക്ക് ദിസ്. അതായത് നമ്മൾ ആദ്യം
ഇങ്ങനെയാണ് ചെയ്തിരുന്നത്, ഇനി നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്ന് പറയുന്ന ഒരു കാര്യവും അവിടെ പറയുന്നില്ല. ആകെ അവർ പറയുന്നത് എന്താണ്, ഇത് സേഫ് ആയിട്ട് നമ്മൾ ഡിസ്പോസ് ചെയ്യണം, ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ സമൂഹത്തിനും ആ സ്റ്റാഫിനും ദോഷമായിട്ട് ഭവിക്കും. തന്നെയല്ല ഇത് വളരെ ചിലവേറിയ പ്രക്രിയയാണ്, അതുകൊണ്ട് വേർതിരിച്ച് നമ്മൾ വേണം ഡിസ്പോസ് ചെയ്യാൻ. എന്നല്ലാതെ ഒരു പുതിയ ചേഞ്ച് ഇൻ പ്രൊസീജിയേഴ്സിനെ പറ്റി പറയുന്നില്ല. ക്ലിയർ? അപ്പം നമുക്ക് എന്ത് ചെയ്യാം, എ എലിമിനേറ്റ് ചെയ്യാം. ബി നോക്കിക്കഴിഞ്ഞാൽ ബെസ്റ്റ് പ്രാക്ടീസ് പ്രൊസീജിയേഴ്സ് അല്ലെ, ഇത് ഏറ്റവും നല്ല പ്രാക്ടീസ് പ്രൊസീജിയേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നോക്കാം. അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മെറ്റീരിയൽസ് വളരെ ദോഷകരമാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം, അത് നമ്മൾ ഡിസ്പോസ് ചെയ്യണം. ഡിസ്പോസ് ചെയ്തില്ല ദോഷം പറയുന്നുണ്ട്, ഡിസ്പോസ് ചെയ്തില്ല എങ്കിലുണ്ടാകുന്ന ദോഷം പറയുന്നുണ്ട്, ഡിസ്പോസൽ എങ്ങനെ ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ അതൊരു ബെസ്റ്റ് പ്രാക്ടീസ് ആണ് അവിടെ പറയുന്നത് അല്ലേ. നമുക്ക് ബി ഓപ്ഷൻ ഒന്ന് ക്വയറി ആയിട്ട് നിർത്തിയിട്ട് സിയിലേക്ക് ഒന്ന് പോകാം. എക്സ്പെക്ടേഷൻ ടു ദ പ്രൊസീജിയേഴ്സ്, അതായത് ഈ പ്രൊസീജിയേഴ്സിനെ പറ്റിയുള്ള നമ്മുടെ പ്രതീക്ഷകൾ. ഇവിടെ പ്രതീക്ഷകളെ പറ്റി വല്ലതും പറയുന്നു ഇല്ല. അപ്പൊ നമ്മൾ എയും സിയും എലിമിനേറ്റ് ചെയ്തു. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി, ദ ബെസ്റ്റ് പ്രാക്ടീസ് പ്രൊസീജിയേഴ്സ്. ക്ലിയർ? If you feel any doubts, please contact us. Thank you.